ഈ സ്പാനിഷ് ഫ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 1918 സ്പാനിഷ് ഫ്ലൂ വന്നത്. ആ സമയത്ത് ഏകദേശം 5 കോടി പേര് മേലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതെ. പിന്നെ അതിൻ്റെയൊക്കെ തന്നെ വൈറസിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടുള്ള വൈറസ്, ഒരു H1N1 അങ്ങനെ ഫ്ലൂ വൈറസ് അങ്ങനെ രീതിയിൽ ഇപ്പോൾ സീസണലായിട്ടുള്ള ഒരു വൈറസ് എന്ന രീതിയിലൊക്കെ ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വന്നു പോകുന്നുണ്ട്. കാരണം നമുക്കൊരു ജലദോഷത്തിനൊന്നും ഒരിക്കലും സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കോവിഡും സമൂഹത്തിലുണ്ട്. പക്ഷേ ഇതിൽ ഈ മരണം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ശരീരത്തിലൊരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് മരിച്ചു പോകാനുള്ള സാധ്യത. അവരിപ്പോൾ വാക്സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് സാധ്യത കൂടുതലാണ്. ഈ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം, പ്രതിരോധം വളരെ കുറഞ്ഞ ആളുകൾക്കാവാം. അത് മുമ്പും കോവിഡ് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ അത് ബാധിച്ച് മരണപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും മറ്റെന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ അതുപോലെയുള്ള സംഭവങ്ങളോ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതേ സെയിം ഒരവസ്ഥ തന്നെയാണോ ഇപ്പോഴും ശരിക്കും ഈ മരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരവസ്ഥ? ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ഡെൽറ്റയും പിന്നെ വന്നിട്ടുള്ള സിഗ്മ വേരിയൻ്റ്. ഡെൽറ്റ വേരിയൻറ്റിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസകോശത്തിലേക്ക് അത് വളരെ ഇൻവേസീവായിട്ടുള്ള ന്യൂമോണിയായി ബാധിച്ച് അങ്ങനെയാണ് പേഷ്യൻസ് മരണപ്പെട്ടിട്ടുള്ളത്. അതെ. ഈ പുതിയ വൈറസിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കുറഞ്ഞ ആൾക്കാർ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷുഗറുള്ള ആൾക്കാരുണ്ട്. ഷുഗർ അത്ര കൺട്രോളല്ല. കാരണം വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യം കൊണ്ടാണ് ഷുഗർ ഏറ്റവും കൂടുതൽ കൺട്രോൾ ആവുക. പല ആൾക്കാർക്കും ഭക്ഷണം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഷുഗർ അത്ര കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ പോലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ വരുന്നതാണ്. പിന്നെ ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതുപോലെ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകാരാണ് ഡയാലിസിസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാത്ത ആൾക്കാരും ആയിരിക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, ആസ്മ, COPD അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പിന്നെ ഒരേ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ, പിന്നെ ചിലപ്പോൾ സ്പെഷ്യൽ സീറോളജി ഒക്കെ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ HIV പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് വേറെയുള്ള ആൾക്കാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോമോഡുലേറ്റഡ് ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാകുന്ന പ്രതിശക്തി കുറയാണ്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഇമ്മ്യൂണി സപ്രസൻറ്റ് ഡ്രഗ്സ് കഴിക്കുന്നുണ്ടാവും, ഇമ്മ്യൂൺ സപ്രസൻറ്റ് ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ വാത സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പിന്നെ ഈ ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ വൈറസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക. അപ്പോൾ പിന്നെ ഗർഭിണിയായ സ്ത്രീകളും വരും കേട്ടോ. കാരണം ഗർഭിണിയായ സ്ത്രീകളും ഈ ഒരു കാറ്റഗറി വരുന്നതാണ്. കാരണം അവർക്കും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ചെറിയ സിംറ്റംസ് വരികയാണ്. ഒരാൾക്ക് വീട്ടിൽ ചെറിയ ജലദോഷമോ അതുപോലെ ചെറിയ തുമ്മൽ, തൊണ്ടവേദന, ചെറിയൊരു വരണ്ട ചുമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക. അവർ നന്നായി ആവി പിടിക്കുക. കാരണം വെച്ചാൽ ആവിക്ക് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ആവി പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നന്നായി വല്ല തുളസിലിട്ട് ആവി പിടിക്കുക, അല്ലെങ്കിൽ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വിക്സ് നിറവിട്ട് ആവി പിടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റീമിന് നല്ലൊരു പവറുണ്ട്. നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാം. പിന്നെ നല്ല ഒരു ഗാർഗിൾ ചെയ്യുക. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് പൊടിയോ അതിലിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക, അല്ലെങ്കിൽ കല്ലുപ്പ് അതിലിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക. ഗാർഗിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനോട് മെയിനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ജസ്റ്റ് വായിൽ വെച്ചിട്ടിങ്ങനെ നിറച്ചുണ്ടാക്കിയാൽ തുപ്പിക്കളയും. അങ്ങനെയല്ല, ശരിക്കും തൊണ്ടയിൽ പിടിക്കണം. ഒരു 5-10 മിനിറ്റ് വെച്ച് തുപ്പിക്കളയും. അങ്ങനെ ചെയ്യുക. പിന്നെ അവർ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സാമൂഹ്യ അകലം പാലിക്കുക. ഈ അകലം പാലിക്കുക എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലേക്ക് നമ്മൾ പോയിട്ട് അവരോട് ഇടപഴകുന്നത് കുറച്ച് കുറയ്ക്കുക. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സിംറ്റംസ് ഇല്ലാത്ത ആൾക്കാർ, സിംറ്റംസ് ഒന്നും വലിയ കാര്യമില്ലാത്ത ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട്. അത് ഹോസ്പിറ്റലിലാകുമ്പോൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കാണാൻ വരുന്ന ആൾക്കാർ അതുപോലെ അങ്ങനെയൊക്കെ കഴിയുന്നതും ഹോസ്പിറ്റലിൽ വരാതിരിക്കുക. ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വരും. നമ്മൾ എന്തായാലും അത് നമ്മുടെ ക്ലോസ് റിലേറ്റീവ് ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെങ്കിൽ നമുക്കൊന്ന് കാണാൻ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാസ്ക് ധരിക്കുക. അതുപോലെ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക. ഇപ്പോഴും ഹാൻഡ് വാഷ് സിസ്റ്റം എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, ചെയ്യാത്തവർക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്റ്റഡീസൊക്കെ അനുസരിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നമ്മളെ പല കാര്യങ്ങൾ വരുന്നത്. അതിലൊറ്റ മെയിനായിട്ടുള്ളൊരു റിവേഴ്സിബിളായിട്ടുള്ളൊരു കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഭക്ഷണം കഴിക്കുക, വളരെയധികം തടി വയ്ക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറയുക. ഇതൊക്കെ തന്നെ ഒരു വലിയ കാരണമാണ്. കാരണം തടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളെ ശ്വാസകോശത്തിൻ്റെ തന്നെ ഇതിപ്പോൾ കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശത്തിനാണ്. അപ്പോൾ നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ തടി കൂടുമ്പോൾ തടി വളരെയധികം കൂടി, ഇപ്പോൾ BMI ഒക്കെ ഒരു 30 മേലിരിക്കുന്ന ആൾക്കാർ, വളരെയധികം തടി കൂടിയ ആൾക്കാർ. BMI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റേഷ്യോ ആണ്, നമ്മൾ ഇത്ര വെയിറ്റ് വരാം അതിനെക്കുറിച്ചൊരു റേഷ്യോ ആണ്. ഹൈറ്റ് ഒരു സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് വെയിറ്റ് കിലോഗ്രാമിലേക്ക് നോക്കി, വെയിറ്റ് കിലോഗ്രാമിൽ എടുത്തിട്ട് ഹൈറ്റ് മീറ്ററിലേക്ക് മാറ്റിയിട്ട് സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ നോക്കും എത്രയുണ്ടെന്നുള്ളത്. ഇപ്പോൾ അത് മൊബൈലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആപ്പൊക്കെ ഉണ്ട്. ജസ്റ്റ് അതിൽ ഹൈറ്റ് വെയിറ്റ് നമ്മൾ ജസ്റ്റ് ഇട്ടാൽ തന്നെ നമുക്ക് BMI എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ BMI ഒക്കെ വളരെ കൂടുതലുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി വളരെയധികം കൂടുക, പൊണ്ണത്തടി ഉള്ള ആൾക്കാർ, അതുപോലെ തടി ഭയങ്കരമായിട്ടുള്ള കൂടിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. ഒരുവിധം ആൾക്കാർ, ചില ആൾക്കാർ തടി അധികം ഭക്ഷണം കഴിക്കാതെ തടി വയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ അല്ല ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടായിരിക്കാം.
അല്ലാത്ത കാര്യങ്ങളിൽ തടി വളരെയധികം കൂടുക, ജീവിതശൈലി പ്രശ്നങ്ങൾ, വളരെയധികം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുക, റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറയുക, ഇതൊക്കെ തന്നെ നമ്മളെ ഈ ആരോഗ്യസ്ഥിതിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ മാതിരി തടി വളരെയധികം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഈ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇതിൽ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ശ്രദ്ധിക്കണം.